ഹലോ ഗേസ് സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫസ്റ്റ് ഇൻഫോ സ്കൈ സ്പോർട്സ് ഓർഗനൈസ് ചെയ്യുന്ന സ്കൈ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് 2024 BGMI ടൂർണമെന്റ് പ്രീ ക്വാർട്ടർ ഫൈനൽസിന്റെ ഗ്രൂപ്പ് അവർ റിവീൽ ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം മല്ലു ടീമുകൾ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ഓരോ ഗ്രൂപ്പ് വൈസിലും ടീമുകൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് എയിൽ EMP-NE എന്ന് പറഞ്ഞുള്ള ഒരു മല്ലു ഓർഗിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ ബ്ലൈൻഡ് സ്പോർട്സ് വരുന്നുണ്ട്. മിത്ത് ഒഫീഷ്യൽസ് നമ്മളൊരു മല്ലു ഓർഗാണ്, പക്ഷെ കളിക്കുന്ന പ്ലേയേഴ്സ് തമിഴ് പ്ലേയേഴ്സ് ആണ്. അതിനൊപ്പം തന്നെ RNB നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പിൽ കളിക്കുന്നുണ്ട്. RNBയിൽ കളിക്കുന്ന പ്രോപ്പർ മലയാളി പ്ലേയേഴ്സ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടീമുകളൊക്കെ ഒരു അടിപൊളി പെർഫോമൻസ് കാഴ്ചവെക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ക്വാർട്ടർ ഫൈനൽസ് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് നമുക്ക് സ്കൈ സ്പോർട്സിന്റെ യൂട്യൂബ് ചാനലിൽ മാച്ചുകൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത്, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, T1 പ്ലെയറായുള്ള എൻകോർ സ്പോർട്സ് ഫുള്ളി നിർത്തിയിട്ട് സ്പോർട്സ് ഒന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പോർട്സ് വെർത്തിറ്റ് ആണോ അല്ലേ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻകോർ ഇൻസ്റ്റയിലൂടെ പറഞ്ഞിട്ടുള്ളത് സ്പോർട്സ് ഒരിക്കലും ഇപ്പോൾ കറന്റ് വെർത്തിറ്റ് അല്ല. വെർത്ത് ആവണമെങ്കിൽ നിങ്ങൾ ഗോഡനിലോ സോളോ ആണെങ്കിൽ സോളോ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ ലൈഫും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരിക്കും. അല്ലാതെ വേറെ ഏത് ഓർഗിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും ഒരു 2-3 വർഷത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സാലറി ഡെവലപ്മെന്റ് ഉണ്ടാകും. പക്ഷെ ഒരിക്കലും അത് സ്പോർട്സിൽ പെർമനന്റ് ആയിട്ട് നിൽക്കില്ല. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഇല്ലാതാവും, അല്ലെങ്കിൽ സ്പോർട്സിൽ അത്ര വലിയൊരു ഫ്യൂച്ചറും കിട്ടില്ല. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇവന്റുകളിൽ നിങ്ങൾക്ക് പ്രൈസ് പൂൾ കിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും ഓർഗിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സാലറിയും കാര്യങ്ങളും കിട്ടില്ല. ഒരുപാട് പൊളിറ്റിക്സും കാര്യങ്ങളുമാണ് നടക്കുന്നതെന്നാണ് എൻകോർ ഇപ്പോൾ ഇൻസ്റ്റയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണ് സ്പോർട്സിലെ റിയാലിറ്റി എന്ന് പറയുന്നതും. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഒരു സ്കാം തന്നെയാണ്. ഇന്നലെ നമ്മുടെ കാർണിവൽ ഗെയിമിംഗിൽ ഉണ്ടായിരുന്ന ഹെക്ടർ ഇൻസ്റ്റാ സ്റ്റോറിയിലൂടെ ഒരു വലിയൊരു സ്കാം റിവീൽ ചെയ്തിരിക്കുകയാണ്. ഒരു വർഷം മുന്നേ TWOB എന്ന് പറഞ്ഞുള്ള ഒരു ഓർഗ് 21 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന ഒരു ടൂർണമെന്റ് BGMI ഇവന്റ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ പ്രൈസ് പൂൾ ഇതുവരെ അവർ ടീമുകൾക്ക്, വിജയിച്ച ടീമുകൾക്ക് കൊടുത്തിട്ടില്ല. അവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും കാണാനായിട്ടും സാധിക്കുന്നില്ല. പക്ഷെ ഇപ്പോഴും അവർ ഓരോ ലൈനപ്പിനെ എടുത്തുകൊണ്ട് ആ ഒരു ടീം ലെവലിൽ നിൽക്കുന്നുണ്ട്. ആരും ഈ ഒരു ടീമുകൾക്കെതിരെ അല്ലെങ്കിൽ ഇങ്ങനെ പ്രൈസ് പൂൾ കൊടുക്കാത്തവരെ എതിരെ ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നമുക്ക് ഈ ഒരു സെയിം കാര്യങ്ങൾ തന്നെ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ശരിക്കും ക്രാഫ്റ്റൺ ഇതിനെതിരെ നല്ലൊരു ആക്ഷൻ എടുക്കണം. ഇങ്ങനെ പ്രൈസ് പൂൾ ഇത്ര മാസത്തിനുള്ളിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഓർഗൻ ടൂർണമെന്റ് നടത്താനുള്ള അവകാശം ഒഴിവാക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് റൂള് ക്രാഫ്റ്റൺ കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് സ്കാമുകൾ ഇനിയും നമ്മൾ സ്പോർട്സ് രംഗത്ത് നടക്കും. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് റെഡ് ബുൾ എംഇയുടെ റൗണ്ട് 4 മത്സരത്തിന്റെ ഡേ 2 ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി കോമ്പറ്റീഷനാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം T1 ടീമുകളും ക്വാളിഫൈഡ് ടീമുകളും തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത്. നമുക്ക് ഓരോ ഗ്രൂപ്പ് വൈസിന്റെയും പോയിന്റ് ടേബിൾ നോക്കി കഴിഞ്ഞാൽ ഗ്രൂപ്പ് എയിൽ ഗോൾ ലൈക്കിന്റെ ആ ഒരു ഡോമിനേഷൻ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ 56 പോയിന്റ് സ്വന്തമാക്കിക്കൊണ്ട് 133 പോയിന്റുമായിട്ട് ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പ് തന്നെ ഗോൾ ലൈക്ക് നിൽക്കുന്നുണ്ട് ഗ്രൂപ്പ് എയിൽ. ഗ്രൂപ്പ് ബിയുടെ നോക്കുകയാണെങ്കിൽ വേറെ ലെവൽ കംബാക്കുകളാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. 6ാം സ്ഥാനത്ത് നിന്ന് അലിബാബ റൈഡേഴ്സ് ഡേ 2 അവസാനിച്ചപ്പോൾ 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് 119 പോയിന്റുമായിട്ട്. 7ാം സ്ഥാനത്ത് നിന്ന് FSC സ്പോർട്സ് 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് 103 പോയിന്റുമായിട്ട്. ആൻഡ് 11ാം സ്ഥാനത്തുള്ള സോള് 5ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് മൊത്തം 92 പോയിന്റുമായിട്ട്. ആ ഒരു കംബാക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പക്ഷെ ബ്ലൈൻഡിന്റെ നോക്കുകയാണെങ്കിൽ 3ാം സ്ഥാനത്ത് നിന്ന് ബ്ലൈൻഡ് 6ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ 37 പോയിന്റ് സ്വന്തമാക്കിക്കൊണ്ട് 85 പോയിന്റാണ് ബ്ലൈൻഡ് സ്പോർട്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത്. ഇനിയും 6 മാച്ചുകൾ വരാനിരിക്കുന്നുണ്ട്. ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൈൻഡിനും ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആൻഡ് ഗ്രൂപ്പ് സിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒറാങ്കുട്ടാൻ 127 പോയിന്റായിട്ട് അവർ ടോപ്പിൽ നിൽക്കുന്നുണ്ട്. 3ാം സ്ഥാനത്താണ് കാർണിവൽ ഗെയിമിംഗ് നിൽക്കുന്നത് 86 പോയിന്റായിട്ട്. RNTXന് ആ ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. 11ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 56 പോയിന്റുമായിട്ട്. അവർക്കും ഇന്നത്തെ മാച്ച് ക്രൂഷ്യലാണെങ്കിൽ അല്ലെങ്കിൽ പുറത്താവുന്നുള്ള അവസ്ഥയിലാണ് RNTX നിൽക്കുന്നത്. അതുപോലെ തന്നെ നോണെക്സ് ഇന്നലെ ഒരു കംബാക്ക് അത്യാവശ്യം നടത്തി, പക്ഷേ ഇപ്പോഴും 15ാം സ്ഥാനത്താണ് ടീം നിൽക്കുന്നത്. ഇന്നത്തെ ലാസ്റ്റ് ഡേയിൽ നല്ലൊരു പെർഫോമൻസിന്റെ ആവശ്യകത ഉണ്ട് ആ ഒരു ടോപ്പ് 8ലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതിന് ഒബേ സ്പോർട്സ് ഏറ്റവും ലാസ്റ്റ് ആണ് നിൽക്കുന്നത് 21 പോയിന്റായിട്ട്. ഗ്രൂപ്പ് ഡിയിൽ നോക്കുകയാണെങ്കിൽ TGL മാസ്റ്റർ മൈൻഡ് 112 പോയിന്റായിട്ട് അവർ ടോപ്പിൽ നിൽക്കുന്നുണ്ട്. 2 നമ്മുടെ സ്കൗട്ടിന്റെ ടീമായുള്ള വൈൽഡ് ഫാങ്സ് നിൽക്കുന്നുണ്ട് 104 പോയിന്റായിട്ട്. തേർഡ് VXT നിൽക്കുന്നുണ്ട് 103 പോയിന്റായിട്ട്. അപ്പൊ ഇന്നാണ് ഈ റൗണ്ട് 4 ലാസ്റ്റ് ഡേ വരുന്നത്. ഓരോ ടീമുകൾക്കും 6 മാച്ചുകൾ വീതമുണ്ട്. അങ്ങനെ ഓരോ ഗ്രൂപ്പിൽ നിന്നും 8 ടീമുകളാണ് ക്വാർട്ടർ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവുക. ടോട്ടൽ 32 ടീമുകൾ ക്വാർട്ടർ ഫൈനൽസിലേക്ക് എത്തും. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നമുക്ക് നാളെ ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമ്മൾ റെഡ് ബുള്ളിന്റെ ചാനലും സ്കൈയുടെ ചാനലൊക്കെ
മാച്ചുകൾ ഉണ്ടാവുന്നതായിരിക്കും. ഈ ഒരു റൗണ്ട് 4 മത്സരങ്ങളൊക്കെ ഓഫ് സ്ട്രീം ആയിട്ടാണ് നടക്കുന്നത്. നമുക്ക് മാച്ചുകളും കാര്യങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. നാളെ മുതലാണ് പ്രോപ്പർ തേർഡ് പാർട്ടി വമ്പൻ ഇവന്റുകൾ തുടങ്ങുന്നത്. ഒന്ന് സ്കൈ സ്പോർട്സിന്റെ ചാമ്പ്യൻഷിപ്പും അതുപോലെ തന്നെ റെഡ് ബുള്ളിന്റെ ഇവന്റും. അങ്ങനെ 2 ഇവന്റ് പ്രോപ്പർ തേർഡ് പാർട്ടി ഇവന്റ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബാക്ക് ടു BGMA ഇ സ്പോർട്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ, നിങ്ങൾ അപ്പോൾ കമന്റ് രേഖപ്പെടുത്താൻ. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.